Welcome to the first page of The Great Indian Business, brought to you by MAD Broadcast. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിപണി കീഴടക്കിയ പേഴ്സണൽ ആൻഡ് ഹോം കെയർ പ്രോഡക്റ്റ് ബ്രാൻഡായ ഹീലിൻ്റെ ഫൗണ്ടർ മിസ്റ്റർ രാഹുൽ മാമനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. വെൽക്കം ടു ദ ഷോസ്. ഞാൻ ഹീലിൻ്റെ വെബ്സൈറ്റിൽ കൂടെ ഇങ്ങനെ ഒന്ന് കണ്ണോടിക്കുകയായിരുന്നു. അപ്പോൾ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു വാചകം അതിലുണ്ടായിരുന്നു. ദ കീ ടു സക്സസ്ഫുള്ളി ബിൽഡ് എനിത്തിങ് ഇസ് ടു ഡു ഇറ്റ് എവറി ഡേ. വളരെ മനോഹരമായ ഒരു വാചകമാണിത്. ഹൗ ആർ യു ഡൂയിങ് ഇറ്റ്? ഈ വളരെ സക്സസ്ഫുള്ളായി റൺ ചെയ്തു വരുന്ന ഈ ഒരു പോയിന്റിൽ രാഹുലിനെ തന്നെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹൗ ഡു യു ഡിഫൈൻ യുവർ സെൽഫ്? നമ്മൾ ഒന്ന് കറക്റ്റാണ്. ഐ ഡോണ്ട് തിങ്ക് വി ആർ സക്സസ്ഫുൾ യെറ്റ്. വി ആർ ഓൺ ദ പാത്ത് ഹോപ്പ്ഫുള്ളി ടുവേർഡ്സ് സക്സസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കിയത് എവറി ഡേ ഹെൽത്തും എവറി ഡേ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനറൊക്കെ ആണെങ്കിൽ ഡെയിലി യൂസ് പ്രൊഡക്ട്സ് ആണല്ലോ. അപ്പോൾ എവറി ഡേ എന്നുള്ള കണക്ട് ആ ബ്രാൻഡിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കിയത്. ഫ്രം എ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഞങ്ങൾ പേഴ്സണലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും നമ്മൾ എവിടെ പോയാലും ഫീൽഡിൽ വർക്ക് ചെയ്യാൻ നോക്കും, എന്ത് ചെയ്താലും ടീമിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാൻ നോക്കും. എല്ലാം റിമോട്ടായിരിക്കാം. പക്ഷേ എവറി ഡേ നമ്മുടെ ബിസിനസ് മാത്രമേ നമുക്ക് ചിന്തയുള്ളൂ, വേറെ ഒന്നും നമുക്ക് അറിയത്തില്ല. ഓക്കെ, പ്രത്യേകിച്ച് വൈഫ് അതാ പറയുന്നത്. അതാണ് നമ്മുടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഐ വോണ്ട് എ ഡെഫിനേഷൻ ഓഫ് യുവർ സെൽഫ്. രാഹുൽ മാമൻ എന്ന വ്യക്തി ബിസിനസ്സിലും വ്യക്തി ജീവിതത്തിലും എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു നിർവചനം എങ്ങനെയായിരിക്കും പറയുക? അതിന് ബിസിനസ്സിലായാലും നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് പൈസ ഒക്കെ ഒരു മെട്രിക്കാണ്, ഒബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ നമ്മുടെ കൺട്രോൾ ഓഫ് ആ ടൈമാണ്. അപ്പം നമുക്ക് ഏത് സമയത്തോ അല്ലെങ്കിൽ ഏത് ദിവസം എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടെങ്കിലാണ് ശരിക്കും നമ്മുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഫുൾ ബിസിയായി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു അർത്ഥത്തിലല്ല എൻ്റെ അഭിപ്രായത്തിൽ സക്സസ്. അപ്പം എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് സക്സസ് ഫോർ മീ. സോ ഇപ്പം വേണമെങ്കിൽ രാവിലെ കളിക്കാൻ പോകണമെങ്കിൽ കളിക്കാൻ പോവാം, ടെന്നീസോ പാഡൽ ടെന്നീസോ ബാഡ്മിൻ്റനോ, വൈകുന്നേരം 4 മണിക്ക് ജിമ്മിൽ പോകാം, 5:30 തൊട്ട് 5:30 കൂളൊന്നുമല്ല, പക്ഷേ 5:30 തൊട്ട് വന്നിട്ട് വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലും ബിസിനസ് ഉണ്ടാവും, വീട്ടിൽ വരുമ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവാം. പക്ഷേ എല്ലാം ഫോണിലായിരിക്കും കുറേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഫോർ മീ ഐ തിങ്ക് ഐ എം എ ലിറ്റിൽ ഡിഫിക്കൽട്ട് പേഴ്സൺ ടു വർക്ക് വിത്ത്, ബിക്കോസ് ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഹൈ ആണ്, നല്ലോണം പുഷ് ചെയ്യും. ആൻഡ് അറ്റ് ഹോം ഓൾസോ ഐ തിങ്ക് ഐ എം എ ഡിഫിക്കൽട്ട് പേഴ്സൺ ടു be with, but my wife and I have a good equation, so I try to spend as much as അപ്പം പിള്ളേരുടെ ഒരു സ്കൂൾ ഇവൻ്റ് ഞാൻ മിസ് ചെയ്യാതെ നോക്കും. അപ്പം എത്ര നമ്മൾ ട്രാവൽ റെഡ്യൂസ് ചെയ്യാൻ നോക്കും. അപ്പം ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണ്, ഇന്നലെ ഞാൻ ചെന്നൈയിലായിരുന്നു, പക്ഷേ ഇന്ന് രാത്രി കൊച്ചിയിലെത്തും. അപ്പോൾ 7:15 ഞാൻ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ 7:15 വീട്ടിലെത്തും. അപ്പോൾ അതും മിസ്സാവാതിരിക്കാൻ നോക്കുന്നു. വീട്ടിൽ ഉറങ്ങാതിരുന്നാലാണ് ലീവ്, അപ്പം വീട്ടിൽ ഉറങ്ങാൻ നോക്കുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ താങ്കളുടെ ബിസിനസ്സിലേക്കുള്ള ഒരു എൻട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, IIM-ലായിരിക്കുമ്പോൾ ഒരു 2 ഇയർ ഓഫർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, കം ബാക്ക് ടു ക്യാമ്പസ് എന്നുള്ളൊരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് പോകാം എന്നൊരു ചിന്ത ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു സേഫ്റ്റി നെറ്റ് ഇല്ലായിരുന്നെങ്കിൽ, അതായത് ഒരു ഫാമിലി ബിസിനസ്സിലേക്കാണല്ലോ താങ്കൾ കടന്നു വരുന്നത്, ആ ഒരു സേഫ്റ്റി നെറ്റ് ഇല്ലായിരുന്നെങ്കിൽ താങ്കൾ ഒരു ജോലി ചെയ്ത് പോകാമെന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തുമായിരുന്നോ, അതോ ബിസിനസ്സിലേക്ക് തന്നെ വരുമായിരുന്നോ? ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, ഞാൻ ചെറുപ്പത്തിൽ റോട്ടിൽ പേരയ്ക്ക വിൽക്കുമായിരുന്നു. അമ്മച്ചിയുടെ പേരയ്ക്ക കുറച്ചിട്ട് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും. അപ്പം പേരയ്ക്ക വിൽക്കുമായിരുന്നു, ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ടുണ്ട്, ലൈം സോഡ വിറ്റിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെയും കുറേ ചെറിയ ചെറിയ ബിസിനസ്സുകൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം ബിസിനസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്തായാലും ബിസിനസ് ചെയ്യുന്ന ഉറപ്പായിരുന്നു. പക്ഷേ 22 വയസ്സിൽ നമുക്കൊരു 1 കോടി രൂപയുടെ ശമ്പളം 2006 കിട്ടുവാണെങ്കിൽ അത് കളയാൻ ഇച്ചിരി പാടാണ്, മാനസികമായിട്ടും എല്ലാം. അതൊരു ഇതാണല്ലോ. അപ്പം അത് ഈ ഓഫർ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പം നമ്മൾ വർക്ക് കുറച്ച് ചെയ്തിട്ട് ഇതിലേക്ക് വന്നേനെ. ഇപ്പം നമ്മുടെ തന്നെ ബാച്ചിൽ പല പിള്ളേർ ഇതുണ്ടായിട്ട് പോലും വർക്കിന് പോയിട്ട് അവസാനം വന്ന് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പേര്, ഞങ്ങളുടെ ബാച്ചിൽ 13 പേര് ഇങ്ങനെ പോകാൻ കാരണം ഈ ഓഫർ വന്നിട്ട് ആരും 2 വർഷം തിരിച്ച് പോയുമില്ല. അപ്പം അത് വന്നതുകൊണ്ട്, അതും പിന്നെ 2014-15 ആയപ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റൈപ്പൻറ്റും കൂടെ കൊടുക്കാൻ തുടങ്ങി. ഇവർക്ക് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തുന്ന IIM-ൽ അഹമ്മദാബാദിൽ പഠിച്ചിരുന്ന പിള്ളേർ 2015 എന്തെങ്കിലും ഇയർ അറിയില്ല, ആ വർഷം തൊട്ട് അവർ പോകുമ്പോൾ ഒരു 40,000-50,000 സ്റ്റൈപ്പൻഡ്. അപ്പോൾ ഒരു നിത്യ ചിലവുകളിലുള്ള പൈസയെല്ലാം
ഇതിൽ നിന്ന് കിട്ടും. സോ ഡെയിലി എക്സ്പെൻസ് അതിൽ നിന്ന് കവർ ചെയ്യാനുള്ള രീതിയിൽ പോലും ഒരു സ്കോളർഷിപ്പ് പോലും അവിടെ ചെയ്തു. പിന്നെ ഓവർ ദി ഇയേഴ്സ് കുറച്ച് പേരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്, അതൊരു റീസണാണ്. പക്ഷേ മെയിൻലി ഞങ്ങളുടെ ഡോമിലുണ്ടായിരുന്ന 10 പേരിൽ ഒരു ഫ്ലോറിൽ 10 പേരായിരുന്നു. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു 6 എൻ്റെ ബാച്ചിൽ പിള്ളേരായിരുന്നു. അതിൽ 3 പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാ ദിവസവും ഓരോ ബിസിനസ് ആയിട്ട് സംസാരിക്കും. ഇതാണ് ഐഡിയ ഫ്രീ ആണല്ലോ, നമുക്ക് കഥ ആ സമയത്ത് നമുക്ക് വലിയ വിവരമില്ല. ബിസിനസ് ഡെഫിനറ്റ്ലി ദെയർ, വെൻ ആൻഡ് ഹൗ വുഡ് ഹാവ് ബീൻ ദ തിങ്. സോ അന്നത് വെച്ചില്ലായിരുന്നു, ചിലപ്പം എടുക്കില്ലെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം. പക്ഷെ എന്തായാലും ബിസിനസ്സിലേക്ക് വരാൻ തന്നെയാണ്. ഈ കാറ്റിൽ ഇത് ഇൻ്റർവ്യൂ കിട്ടി IIM പോയപ്പോഴും ഞാൻ ഇൻ്റർവ്യൂവിലും പറഞ്ഞത് ഞാൻ ഡെഫിനറ്റ്ലി ബിസിനസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ഇൻ്റർവ്യൂ പാസ്സാൻ വേണ്ടി പകുതി പറഞ്ഞതായിരിക്കാം, പക്ഷെ എന്നാലും അത് പറഞ്ഞത് അങ്ങനെയാണല്ലോ. ബിസിനസ്സിലേക്ക് രാഹുൽ വരിക എന്ന് പറയുന്നത് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ടേക്കിംഗ് ആയിരുന്നു എന്ന് വേണേൽ പറയാം അല്ലേ? എപ്പോഴെങ്കിലും ലൈഫിൻ്റെ ഏതെങ്കിലും ബിസിനസ് ലൈഫിൻ്റെ ഏതെങ്കിലും പോയിന്റിൽ ഹൈലി റിസ്കി ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ബിസിനസ്സിലേക്ക് വരുന്നത് ആയിരുന്നു ഹൈലി റിസ്കി ആയിരുന്നു ഉള്ള കാര്യം. ബിസിനസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ വന്നപ്പോൾ പല റിസ്ക് ഉള്ളതും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ IIM പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഗ്രിയാണ് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി. ഇത് പൊട്ടിപ്പോയാലും നമുക്ക് പോയി എവിടെയെങ്കിലും ജോലി ചെയ്ത് കുറേയൊക്കെ കവർ ചെയ്യാം. അപ്പം ഞങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് പലതും പല ബിസിനസ് തുടങ്ങുന്നത്, ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് സ്റ്റോർ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അക്വിസിഷൻസ് ഈ ഇടയ്ക്ക് നമ്മൾ ഹീലിൽ ചെയ്യുന്നതിൻ്റെതൊക്കെ അതൊക്കെ വളരെ റിസ്കി മൂവ് ആണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയാൽ. പക്ഷെ അത് പൊട്ടും നമുക്ക് 10 എണ്ണം ചെയ്യുമ്പോൾ 4 എണ്ണം ഫെയിൽ ആവുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ചെയ്യുന്നത്. റിസ്ക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കുറച്ച് ഫെയിൽ ആവുന്നതാണ്. അപ്പം ഫെയിൽ ആവുമെന്ന് അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈ നിൽക്കാവുന്ന ഫെയിലിയർ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അങ്ങനത്തെ റിസ്ക് എടുത്തുള്ളൂ. അല്ല എല്ലാം കൂടെ പോയി ഇത് മറ്റേ കസിനോയിൽ ബ്ലാക്കും റെഡും വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാലോ ജീവിക്കുള്ളൂ എന്ന രീതിയിലുള്ള റിസ്ക് ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ കമ്പനി അക്വിസിഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, എത്ര കമ്പനീസ് ഇങ്ങനെ ഈ രീതിയിൽ അക്വയർ ചെയ്തിട്ടുണ്ട്? ബ്രാൻഡുകൾ ഈ ഇടയ്ക്ക് ഒരു 3-4 എണ്ണം നമ്മൾ കഴിഞ്ഞ 4-5 വർഷത്തിൽ ഹീലിൻ്റെ ഡീലുണ്ട്. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിൽ നമ്മളൊരു 12-13 എൻറ്റിറ്റീസിനെ ഓവർ ദ ലാസ്റ്റ് 6 ഇയേഴ്സ് 2018 തൊട്ട് 24 ഫാർമ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മുടെ കോർ ബിസിനസ്. അപ്പോൾ അതിൽ നമ്മൾ അക്വയർ ചെയ്ത് നമ്മുടെ ബിസിനസ്സുകളിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഫാർമ ബിസിനസ് ഈ ഹീൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ എത്രത്തോളം ആ ബാക്ക്ഗ്രൗണ്ട് ഈ ഫാർമ ബിസിനസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഹീൽ ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാനിറ്റൈസേഴ്സിനെ പറ്റിയൊന്നും വലുതായിട്ട് അറിയില്ല. സാനിറ്റൈസർ പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ 2018 ഞങ്ങൾ ഫാർമക്കാർക്ക് അറിയാം. പക്ഷേ ഇതൊരു ഹോസ്പിറ്റൽ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ അമേരിക്കയിൽ കുറേ പേര് പ്യൂർ സെല്ലോ അങ്ങനത്തെ ബ്രാൻഡ്സ് പ്യൂറെല്ലോ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ഞങ്ങൾക്ക് ഫാർമ ഒരു സ്റ്റോർ ഉള്ളപ്പോൾ അവിടെ വെച്ച് 3M എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മാനേജറിനെ കണ്ടു. ആൾ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നു. അപ്പോൾ ഞങ്ങൾ വിൽക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിൽ വന്നത്. എന്നിട്ട് ഈ സാധനം മുഴുവൻ വിറ്റ് നിങ്ങളൊക്കെ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും മേടിച്ചേക്കുന്ന സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നല്ല, നിങ്ങൾ ഫാർമസീസിൽ നിന്നാണ് ആദ്യഘട്ടങ്ങളിൽ മേടിച്ചേക്കുന്നത്. അപ്പോൾ ആ ഫാർമസിയിലേക്കുള്ള നമുക്ക് സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഡയറക്റ്റ് കണക്റ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നി സാനിറ്റൈസർ ബ്രാൻഡ് ഇങ്ങനെ സക്സസ് ആവാൻ പറ്റിയത്. അതിൽ നിന്നാണല്ലോ ഇത് വന്നത്. നമ്മളൊരു ബ്രാൻഡോ മാർക്കറ്റിങ്ങോ വലുതായിട്ട് അറിയാത്ത ഒരാളായിരുന്നു, ഒട്ടും അറിയാത്ത ആളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അന്ന് ക്ലാസ്സുകളിൽ നമ്മളിത് പറഞ്ഞിട്ടുന്ന ഒരു ഫ്രോഡ് സബ്ജക്റ്റ് എന്നാണ്. ഇതൊരു സീരിയസ് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കാറില്ല, HR മാർക്കറ്റിംഗ്. പക്ഷേ ഇത് രണ്ടുമൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് ജീവിതത്തിൽ വരുമ്പോഴെല്ലാം മനസ്സിലാവുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അതുമായി റിലേറ്റ് ചെയ്ത് ഞാൻ ഒരു കാര്യം ചോദിക്കാം. മാർക്കറ്റിംഗ് നിങ്ങളുടെ ബിസിനസ് ആദ്യമേ അറിയില്ല എന്ന് പറഞ്ഞു, പിന്നീട് ഓഫ് കോഴ്സ് അതിനെക്കുറിച്ച് ലേൺ ചെയ്തിട്ടും അത് പ്രാക്ടീസ് ചെയ്തിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ബിസിനസ് ഗ്രോത്തിൽ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? അത് ബ്രാൻഡിങ് എന്നുള്ളൊരു കാര്യത്തിനാണോ അല്ലെങ്കിൽ ഗിവിങ് ഓഫേഴ്സ് എന്നുള്ള കാര്യത്തിനാണോ രാഹുൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? രണ്ടും വേണം. ഇന്ന് നമുക്ക് ഓക്സിജൻ കിട്ടിയാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓഫർ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്യൂമറിനെ എന്താ പറയുക എക്സൈറ്റ് ചെയ്ത് ആ സാധനം മേടിപ്പിച്ചാലല്ലേ നമുക്ക് റിപ്പീറ്റ് കസ്റ്റമർ അല്ലെങ്കിൽ ഇനീഷ്യൽ റവന്യൂ കിട്ടത്തുള്ളൂ. അത് നമുക്ക് കുറച്ച് വേണം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വലിയൊരു കമ്പനിയാണ്, നമുക്ക് 1000 കോടി സ്പെൻഡ് ചെയ്തിട്ട് സെയിൽ വന്നാൽ മതി എന്ന് പറയുന്ന കമ്പനിയാണെങ്കിൽ ബ്രാൻഡ് മാത്രം ബിൽഡ് ചെയ്യാം. പക്ഷേ ബ്രാൻഡ് ബിൽഡ് ചെയ്യാതെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഉണ്ടാവില്ല. ബ്രാൻഡിങ്ങിന് നമ്മൾ ബ്രാൻഡിങ്ങിന് വേണ്ടി കുറേ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പാക്കേജിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അഡ്വർടൈസ്മെൻറ്റിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് ബ്രാൻഡ്, നോട്ട് നെസസറിലി ഈ പ്രൊഡക്റ്റ് കൺവേർഷന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഹീലിന് എഴുതിയ ബോർഡ്സ് വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് അത് പ്യുവർ ബ്രാൻഡ് ബിൽഡിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹീലിൻ്റെ ബ്രാൻഡിങ് വെച്ച് നോക്കുമ്പം ആ പെർട്ടിക്കുലർ ഹീൽ ബ്രാൻഡിന്, നോട്ട് ദ കമ്പനി, അതിനുള്ള ബ്രാൻഡ് വാല്യൂ വെച്ചിട്ടുള്ള സെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് വളരെ സ്ട്രോങ് ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വാഡ് എന്ന് പറയുമ്പോൾ ബ്രാൻഡ് മൈ നോട്ട് ബി നെസസറി ആസ് സ്ട്രോങ് എസ് ഹീൽ യെറ്റ്, ബട്ട് വി ബിലീവ് ഇറ്റ് കുഡ് ബി. ബട്ട് സെയിൽസ് ഇസ് ലൈക്ക് ഡിസ്പ്രൊപ്പോർഷനറ്റ്ലി ഹൈ ആയിട്ടുണ്ട്. അപ്പം ആ ബ്രാൻഡും ഇതും രണ്ടും മിക്സ് ചെയ്ത് വേണം. പക്ഷേ സർവൈവ് ചെയ്യാതെ ബ്രാൻഡ് മാത്രം ബിൽഡ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ സെയിലിലും കൂടെ കുറച്ച് ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് ഓഫർ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഡീപ്പ് ഡൗൺ ഡിസ്ട്രിബ്യൂഷൻ എത്താൻ പാടാണ്. നമ്മൾ പോകുന്ന ഒരു
കേരളത്തിൽ തന്നെ ടോപ്പ് 500-1000 കടകളിലായിരിക്കാം നമുക്ക് കുറേ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിലെത്താനായിട്ട് നമുക്ക് ഓഫർ ചെയ്താൽ കൺസ്യൂമേഴ്സ് എക്സ്പെക്ട് ഓഫർ. Okay, so now you are concentrating more on sales part, right? Yeah, we are focusing a lot on sales part right now because I think there is enough done for brand to be built. And beyond the point ഈ മാർക്കറ്റിംഗ് ചെയ്ത് ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് അർത്ഥമില്ല. സെയിൽസിലേക്കും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒന്ന്. രണ്ടാമത്തത് പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ തന്നെ ബ്രാൻഡ് ബിൽഡാവും. പ്രൊഡക്റ്റ് നല്ലതല്ലാതെ എന്തോരം ബ്രാൻഡ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ വെറുതെ കുറേ ബ്രാൻഡ് ചെയ്യും. ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടല്ലോ, അപ്പോൾ അത് പല കംപ്ലയിൻറ്റ് വന്നിട്ട് അവർ ഭയങ്കര ബ്രാൻഡിങ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ബ്രാൻഡ് ഇല്ലാതെ എന്ത് മാർക്കറ്റിംഗ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം രണ്ടും കൂടെ കോമ്പിനേഷനിൽ വേണം. ബ്രാൻഡ് നമ്മൾ കുറേ ചെയ്തത് ആദ്യം എന്ന് വെച്ചാൽ നമ്മുടെ കടക്കാരുടെ സ്റ്റോർ ഷെൽഫിൽ സാധനം ഉണ്ടെങ്കിൽ ഇത് പോകത്തുള്ളൂ. ഒരു ബാലൻസ് ഉണ്ട്. കടക്കാരുടെ അടുത്ത് ബ്രാൻഡ് എത്തണം. ഇപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഓണറിന് നമ്മളൊരു ബ്രാൻഡാന്ന് തോന്നിയാലേ ആൾ എടുത്തു പോകുള്ളൂ. ആളുടെ കുട്ടി പോലെയാണല്ലോ ആളുടെ കട. ആളുടെ കടയ്ക്കകത്ത് എന്തെങ്കിലും സാധനം വെക്കണമെങ്കിൽ ആൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് മാത്രമേ വെക്കത്തുള്ളൂ. ആ ബ്രാൻഡ് ബിൽഡിങ്ങാണ് നമ്മൾ ശരിക്കും ആദ്യം ബിൽഡ് ചെയ്തത്. ഇപ്പോൾ 4 years ആയി. ഫസ്റ്റ് 2 years ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ നോക്കിയത് ട്രേഡ് കോൺഫിഡൻസാണ്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമ്മുടെ കടക്കാർ, അവർ ഹാപ്പി അല്ലെങ്കിൽ അവർക്ക് ഒരു ബേസ് കോൺഫിഡൻസ് വന്നാലല്ലേ അവർ പ്രൊഡക്റ്റ് എടുക്കുകയുള്ളൂ. അവർ പ്രൊഡക്റ്റ് എടുക്കാൻ നമ്മൾ കൺസ്യൂമറോട് ഇത് നല്ലതെന്ന് 100 വർഷം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ സാമ്പിൾ ചെയ്താലും കടയിൽ ചെല്ലുമ്പോൾ സാധനം ഇല്ലെങ്കിൽ നമുക്കത് ഫെയിലിയറാണ്. അതുകൊണ്ടാണ് നമ്മൾ അതാണ് ചെയ്തത്. നമ്മൾ ഇപ്പോഴും ചെറിയൊരു ലോസിലാണ്, വലിയ മാർജിനൽ ലോസിലാണ്. അത് പ്രോഫിറ്റിലേക്ക് ഏപ്രിലുള്ളിൽ റീസണബിൾ പ്രോഫിറ്റിലേക്ക് എത്തിക്കും. ഓക്കെ, കോഫി കുടിച്ചിട്ട് ബാക്കി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഓൺട്രപ്രണർ എന്നുള്ളൊരു സ്റ്റേജ് കഴിഞ്ഞ് സക്സസ്ഫുൾ ബിസിനസ് പേഴ്സൺ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വന്നതുകൊണ്ട് ഒരു ഓൺട്രപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന, ഞാൻ സക്സസ്ഫുൾ എന്ന് തന്നെ പറയും, ഓക്കെ, ഓൺട്രപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഓൺട്രപ്രണർഷിപ്പിലേക്ക് കടന്നു വരേണ്ട ഒരു ബെസ്റ്റ് ടൈം എന്താണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്തതിന് ശേഷമാണോ, അതോ നേരെ ബിസിനസ്സിലേക്ക് ഇറങ്ങി ട്രയൽ ആൻഡ് എററൊക്കെ ആ ഒരു പ്രൊസീജിയറിലൂടെ ഒക്കെ കടന്നു പോയതിന് ശേഷം ക്യാരി ഫോർവേഡ് ചെയ്യാനാണോ? എങ്ങനെയാണ് താങ്കളുടെ അഡ്വൈസ്? സുനിൽ ഹണ്ടാന്ന് പറഞ്ഞ സാറ്, ഓക്കെ, സാറ് പറയുന്നത് എന്നാലും നല്ലതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ ഇന്നലെ എന്നൊക്കെ പറയും. എങ്കിലും നമുക്ക് യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ട് പല വീടുകൾക്കും പല രീതിയിൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും ആ പിള്ളേർക്ക്, ആ വീടിനോടോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാര്യങ്ങൾക്കോ ഒക്കെ. അപ്പം വളരെ സ്ട്രെസ്സ് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരുമാതിരി കുഴപ്പമില്ലാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കാര്യം പേഴ്സണൽ സ്ട്രെസ് അല്ലാതെ ഫാമിലിക്ക് സ്ട്രെസ് ഭയങ്കരമായിട്ട് വരാതെ ഫിനാൻഷ്യലി മെന്റൽ സ്ട്രെസ് വരുന്ന നിങ്ങളത് വിട്ടുകൾ, അത് കുഴപ്പമില്ല, അത് വന്നോട്ടെ. എല്ലാവർക്കും താല്പര്യം അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ പല കാര്യങ്ങളും എങ്കിൽ നിങ്ങൾ കുറേ ആലോചിച്ചിട്ട് വേണം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ മണി ഒരു 2-3 വർഷം നിങ്ങളുടെ ചിലവുകൾക്കുള്ള പൈസ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ ആ ഒരു സ്ട്രെസ് കൊടുക്കാതെ ചെയ്യാനാണെങ്കിൽ ചെയ്യാം. എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. പിന്നെ റിസ്ക് എടുക്കാൻ അത്രയും പേടിയാണെങ്കിൽ ഈ പറയുന്ന എല്ലാവരും ലിങ്ക്ഡിനിൽ തെറി വിളിക്കുമല്ലോ, ഇപ്പോൾ നാരായണമൂർത്തിയൊക്കെ പറയുന്നത്, അത് ഞാൻ പുള്ളിയായിട്ട് ഫുള്ളി അംഗീകരിക്കുന്ന ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യണം. 8 മണിക്കൂർ പണിയെടുത്താൽ അത് പണിയെടുത്താൽ മതി. ആരും പറഞ്ഞ് നിങ്ങളോട് 18 മണിക്കൂർ പണിയെടുക്കാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, നിങ്ങൾ 18 മണിക്കൂർ ചെയ്യാനായിട്ട് നിങ്ങൾ 8 മണിക്കൂർ ജോലിക്ക് പോയിട്ട് ബാക്കി 6 മണിക്കൂർ നിങ്ങൾ ബിസിനസ്സും ചെയ്തു. നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഐഡിയ ഒരു ബേസ് സ്റ്റേജ് എത്തി റവന്യൂ എത്തുന്ന ഉറപ്പുമ്പോൾ നിങ്ങൾ ജോലി നിർത്തിക്കും. ഈ സെയിം കമ്പനിയുടെ ടൈപ്പ് ബിസിനസ് ചെയ്യാറുന്നാൽ മതി. പക്ഷെ നിങ്ങൾ കമ്പനിയുടെ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യാൻ പാടില്ല. ഇപ്പം നിങ്ങൾ പറയും 8 മണിക്കൂർ മതി, അതെല്ലാം നല്ലത്. നിങ്ങൾ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ കിട്ടുന്ന ആരോട് ചോദിക്കുന്നില്ല 8 മണിക്കൂർ. അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഇവിടെ ക്ലബ്ബിൽ കളിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 8 മണിക്കൂർ മതി. നിങ്ങൾക്ക് ഒളിമ്പിക്സ് ഗോൾഡ് വേണമെന്ന് ചെയ്യും, 8 മണിക്കൂർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വർക്കാവില്ല. പക്ഷേ ദാറ്റ് ഈസ് യുവർ ഇൻഡിവിജ്വൽ ഡിസിഷൻ. എല്ലാവരും ഇത് ചെയ്യണമെന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാവരും അവരവരുടെ ഡിസിഷൻ എടുക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ 18 മണിക്കൂറോ അല്ലെങ്കിൽ 16 മണിക്കൂറോ മെൻ്റലി തിങ്ക് ചെയ്യാൻ റെഡിയാണ്. വർക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് വെച്ചാൽ ലോഡിങ് അൺലോഡിങ് അല്ലല്ലോ. അത് ഒപ്റ്റിക്സിന് വേണ്ടി ചിലപ്പോൾ കുറച്ച് ചെയ്യും, നമ്മുടെ ടീമിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ. പക്ഷേ ബേസിക്കലി നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഡിസിഷൻ ഒന്നും എടുക്കാനുണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരാഴ്ചയിൽ, മെയിൻ ഡിസിഷൻ. പക്ഷെ ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയുള്ള തിങ്കിങ് ആണ് നമ്മുടെ ഫുൾ ടൈം പോകുന്നത്. ഓക്കെ, എത്ര എംപ്ലോയീസ് ഉണ്ട് നമുക്കിപ്പം 400 ആൻഡ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ആയിട്ടാണ് 430 എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫ്രഷേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അവരെ ഫ്രഷേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ എന്താണ് രാഹുലിൻ്റെ ഒരു പോളിസി? ഞങ്ങൾ ഫ്രഷേഴ്സിനെ എടുക്കാറുണ്ട്. പക്ഷേ ചില റൂൾസിന് പറ്റത്തില്ലല്ലോ. ഇപ്പം മെഡിസിൻ ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിസിൻ ബില്ലടിക്കുന്ന ആൾക്കും മരുന്ന് അറിയാതെ ഇരുന്നാൽ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ ആ എൻട്രി ലെവൽ ജോബ്സ് ആണ്. ചിലപ്പോൾ ഡിസ്പാച്ചിലുണ്ടാവാം, പാക്കിങ്ങിലുണ്ടാവാം, ചിലപ്പോൾ ഡേറ്റ എൻട്രിയിലുണ്ടാവും, അങ്ങനെ പല ടൈപ്പ് അതിലുണ്ടാവും. സെയിൽസ് ടീമിൽ നമ്മൾ ഫ്രഷേഴ്സിനെ എടുക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആകെയുള്ള റിസ്ക് എന്ന് വെച്ചാൽ ഇവർ ആട്രിഷൻ ഹൈ ആണ് ചിലപ്പം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രെയിനിങ് കോസ്റ്റ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളെ പോലത്തെ ഒരു ചെറിയ കമ്പനിക്ക് അത് ചിലപ്പം എപ്പോഴും അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ ഫ്രഷേഴ്സിനോട് ഇതാണ്. നമ്മുടെ മാനേജേഴ്സ് തന്നെ നമുക്കൊരു 8-9 ഡിഫറെൻറ്റ് മാനേജേഴ്സ് ഉണ്ട് പല കാറ്റഗറിയിൽ. 10 മാനേജേഴ്സ് ഉണ്ടാവും. അതിൽ 4 പേര് ലേഡീസാണ്.
ഓവറോൾ വർക്ക് ഫോഴ്സ് 50+ ലേഡീസാണ്. അത് ബൈ നേച്ചർ ആയേക്കുന്നതാണ്, അല്ല ഞങ്ങളത് ലേഡീസിനെ തന്നെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ. അങ്ങനെ ഒരു ജെൻഡർ ബയസ്ഡ് അഡ്വാൻറ്റേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ ഒരു ഡിഫറൻസ്, ഒരു മെൻ റിസോഴ്സ് അവിടെ ഉള്ളതും ഒരു വിമൻ റിസോഴ്സ് അവിടെ ഉള്ളതും കൊണ്ടുള്ള ബെനിഫിറ്റ്സ് രണ്ടിനും നെഗറ്റീവ് ഉണ്ട്. ഒരു കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിനെ ഹാൻഡിൽ ചെയ്യാനോ ഒരു ലേഡി ഈസ് മച്ച് ബെറ്റർ ഇൻ സെയിൽസ്, ഓർ ആക്ച്വലി ബെറ്റർ. അത് ഇന്ത്യയിൽ ഇപ്പോഴും സെയിൽസ് മെന്നാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിലും ഗ്ലോബലി വിമൻ ആർ മച്ച് മോർ എംപത്തറ്റിക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് തിങ്സ്. അപ്പം ഐ തിങ്ക് വിമൻ ഹാവ് ദാറ്റ് അഡ്വാൻറ്റേജ്. പക്ഷേ ചിലപ്പോൾ ഞങ്ങളുടെ കുറച്ച് അധികം മൂവിങ് ഓഫ് ഗുഡ്സ് ഒക്കെ ഉണ്ട്. ആ കാറ്റഗറിയിൽ നമുക്ക് വിമന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഹെവിയാണ്, ഇറ്റ് ഇസ് നോട്ട് ഫെയർ ടു ആസ്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഹൈറ്റിലായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ മെന്നാണ് ബെറ്റർ. പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് സെയിൽസ് ജോബ് ലൈക്ക് ഇൻ ഹീൽ, അവർ സെയിൽസ് ഗൈസ് ആർ ഓൾമോസ്റ്റ് ഓൾ ആർ മെൻ, because it's a very high traveling job. You don't find women, you don't get too many women, whereas in pharma at least you have some 5% 10% pharma sales reps. ഞങ്ങൾക്കില്ല, ഞാൻ പുറത്തുള്ള കമ്പനികൾക്കുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റോറിലും ബില്ലിങ്ങിലും അക്കൗണ്ട്സിലും എല്ലാം we find that women are much more stable and likelier to stay. Okay. And we are happy and people stay with us. ഇനി അടുത്ത ചോദ്യം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളൊരു ബിസിനസ്സിന് എന്തായാലും ഫണ്ട് ആവശ്യമാണല്ലോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ താങ്കളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവാം, ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി ഉണ്ടാവാം, ഡെറ്റ് ഫണ്ടുകൾ ഉണ്ടാവാം. ഇതിൻ്റെ ഒരു താങ്കളുടെ ബിസിനസ്സിൽ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആകുന്ന ഒരു വ്യക്തി ഏതൊക്കെ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോകേണ്ടത്? ഒന്നെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ നമുക്ക് അറിയാഞ്ഞിട്ടാണ്, പലവർക്കും അറിയത്തില്ല. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഇവൻ്റാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് ആദ്യം വന്ന ഹഡിലിന് വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് ഗ്രാൻഡിന് അപ്ലൈ ചെയ്താൽ തന്നെ 10-20 ലക്ഷം രൂപ പല സ്റ്റേജിലായിട്ട് കിട്ടും. മിക്ക ബിസിനസ്സും 10-20 ലക്ഷം രൂപ കിട്ടിയാൽ തന്നെ ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് പൈസ ശരിക്കും ഒരു കൺസ്ട്രെയിൻഡ് അല്ല. ഐ മീൻ, നിങ്ങളൊരു ലുലു മോള് പണിയാൻ പോയി കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നത് സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാനുള്ള പൈസ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ പല രീതിയിലും തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഇല്ലാതെയും കുറേയൊക്കെ ബിൽഡ് ചെയ്യാം. പിന്നെ പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ നിന്ന് കുറച്ച് മേടിക്കാൻ നോക്കും. എനിക്കൊന്ന് 1 ഇയർ കഴിഞ്ഞിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കും പറ്റും. അപ്പോൾ ആദ്യത്തെ കുറച്ചെങ്കിലും എന്തെങ്കിലും 2 ലക്ഷമോ 3 ലക്ഷമോ അല്ലെങ്കിൽ നമ്മുടെ ടൈം വെച്ചിട്ട് റിസ്ക് എടുക്കാൻ പറ്റാതെ നമ്മൾ എന്തിനാ അങ്ങനെ പോകുന്നൊരു ബിസിനസ്മാൻ എന്തായാലും ബിസിനസ് പേഴ്സൺ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ലല്ലോ. ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല, എല്ലാം നാട്ടുകാരുടെ പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നു വരില്ലല്ലോ. അപ്പം ആ റിസ്ക് എന്തെങ്കിലും കുറച്ച് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല ബിസിനസ് ഐഡിയയിലേക്ക് എത്തി നല്ല ഇതിലാണെങ്കിൽ അതൊരു ഭയങ്കര ഫെയർ പാനൽസാണ്. അത് ഒരു ഇൻഡിപെൻഡൻറ്റ് പാനൽസും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ അടിയിലാണെങ്കിലും അപ്പം അത് ഭയങ്കര ഫെയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഭയങ്കര ഹൈ ആണ്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ നിന്ന് കുറച്ച് പൈസ മേടിച്ച് എന്തെങ്കിലുമൊക്കെ റവന്യൂ അടിച്ചാൽ. അപ്പം ഞാൻ ഒരു കേരള ഏഞ്ചൽ നെറ്റ്വർക്കിൻ്റെ പാർട്ടാണ്, ടൈൻ്റെ ഭാഗമായ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക്, മലബാർ ഏഞ്ചൽസ്, അങ്ങനെ 3-4 ഏഞ്ചൽ നെറ്റ്വർക്ക്സ് കേരളത്തിൽ തന്നെയുണ്ട്. അവർ വഴിയും ഇപ്പം ഞങ്ങളുടെ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് വഴി എനിക്ക് കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് 10-25 കമ്പനിക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട്. വലിയ നമ്പർ ആയിരിക്കില്ല, പക്ഷെ അത് നമ്മൾ ബിൽഡ് ചെയ്ത് 100-200 എത്തിക്കാൻ നോക്കണം. അങ്ങനെ പല ഓപ്ഷൻസും ഫണ്ട് കിട്ടാനുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലാണെങ്കിൽ ചോദിച്ച പോലെ ഞങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ടിങ് ഒന്നുമില്ല. കേരളത്തിൽ അതിൻ്റെ ഒരു അവയർനെസ്സിൻ്റെ കുറവുണ്ടോ? ഐ മീൻ, ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാത്ത ചില കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും ഇതിലേക്ക് 1 വർഷം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ഒന്നും ഇറങ്ങാതെ മാറി നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല, അത് സത്യമാണ്. പക്ഷേ ഈ സ്റ്റാർട്ടപ്പായിട്ട് 1 വർഷം നടന്ന ഒരാൾക്ക് പോലും ഇതിൻ്റെ ഈ ഫണ്ടിങ് എങ്ങനെ കിട്ടാമെന്നും കിട്ടിയോ ഇല്ലെന്ന് വേറെ ക്വസ്റ്റ്യൻ, എങ്ങനെ കിട്ടാമെന്ന് അറിയാത്ത ആരും 1 വർഷം കഴിഞ്ഞ് ഉണ്ടാവില്ല ഈ ഇക്കോ സിസ്റ്റത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ. അല്ലാതെ നമ്മൾ മാറി നിന്ന് പത്രത്തിൽ വായിക്കുന്ന 1000 കോടി 2000 കോടി 10000 കോടി മാത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. ആ 1000 കോടി വായിക്കുന്നതിൻ്റെ ആ സെയിം ബിസിനസ് തന്നെ തുടങ്ങിയ കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ പറയും സെപ്റ്റോ എന്തായാലും കമ്പനി, സ്വിഗ്ഗി എന്തായാലും കമ്പനി, ഡൺസോ എന്ന് പറഞ്ഞ കമ്പനി ഇത് തന്നെയൊക്കെ ചെയ്യാൻ നോക്കി കുറേയൊക്കെ, പക്ഷെ അവർ പൂട്ടിപ്പോയി 1000 കോടി റേസ് ചെയ്തിട്ട്. കുറേ ടൈമിങ്, കുറേ ഭാഗ്യം, കുറേ കാര്യങ്ങളുണ്ട് വർക്കാവാൻ. അപ്പം ആൾക്കാർക്ക് അറിയാം, അറിയില്ലെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇപ്പോൾ ഇതിൽ കൂടെ അറിയട്ടെ. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അറിയാത്തവർ കുറവാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ മന്ത്രി രാജീവിൻ്റെ ഒരു ഇതിന് പോയപ്പോൾ പുള്ളി നമ്മുടെ മാധ്യമങ്ങളെല്ലാം നെഗറ്റീവ് നല്ലവണ്ണം പബ്ലിഷ് ചെയ്യുന്നുണ്ട്, കുറച്ച് പോസിറ്റീവ് കൂടെ പബ്ലിഷ് ചെയ്താൽ നാട്ടുകാരെല്ലാം അറിഞ്ഞേനെ. അപ്പം അതും കൂടെ നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് പോസിറ്റീവ് കേൾക്കാൻ ഇഷ്ടമല്ലായിരിക്കും നമ്മൾ മലയാളികൾക്ക്. കുറച്ച് കുറച്ച് നല്ല ഗവൺമെന്റും ഈ അസോസിയേഷൻസും ഒക്കെ നല്ലതും ചെയ്യുന്നുണ്ടെന്നും കൂടെ അറിയിക്കണം. രണ്ടും ബാലൻസ് അറിയിക്കണം. നമ്മുടെ കേരളം വ്യവസായ സൗഹൃദമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ 2 തരം വാദങ്ങളുണ്ട്. ഒരു കൂട്ടർ പറയുന്നു അല്ല, അത്ര എളുപ്പമല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് കേരളത്തിൽ പോസിബിൾ അല്ല എന്നും പറയുന്നുണ്ട്, അല്ല പോസിബിൾ ആണെന്നും പറയുന്നുണ്ട്. അത് നിലനിൽക്കെ തന്നെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ യൂണിയൻ മിനിസ്ട്രിയുടെ റാങ്കിങ്ങിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ടോപ്പ് നമ്പർ 1 ആണ്.
കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ താങ്കളുടെ ബിസിനസ്സിൽ എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്? താങ്കൾക്ക് ഈ വാദത്തിൽ ഏതിനോട് ചേർന്ന് നിൽക്കുന്നു? ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ബിസിനസ് തുടങ്ങിയത് 2007 അന്ന് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന കഷ്ടപ്പാടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നുവെച്ചാൽ എല്ലാം ഒരു ആൻറ്റി ബിസിനസ് ഫീലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ വളരെ എളുപ്പമായിരുന്നു. വെച്ചാൽ കേരളത്തിലെ ട്രെയിനിങ്ങും എക്സ്പെക്ടേഷനും വെച്ചാൽ അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു, വളരെ ഈസി ആയിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ ആയിരുന്നെങ്കിലും കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് എന്താണെന്നറിയില്ല, നല്ല വ്യത്യാസമുണ്ട്. ഒന്ന് ഗവൺമെൻറ് ഇൻറ്റൻറ്റ്, നമ്മുടെ ഹെഡേക്ക് തന്നെ ഒരു യൂണിയൻ നോക്കുകൂലി തന്നെയായിരുന്നു നമ്മുടെ മെയിൻ ഒരു ഇഷ്യൂ. ഇത് സൈക്കോളജിക്കലി ഒരു അൺഫെയർ അല്ലേ, നമ്മൾ പണിയെടുക്കുന്നു അത് ചോദിക്കുന്നു, അതൊക്കെ ഇപ്പം വളരെ കുറഞ്ഞിട്ടുണ്ട്. യൂണിയൻസിനെ കൊണ്ട് നമ്മൾ എന്തായാലും കോപ്പറേറ്റ് ചെയ്ത് പലയിടത്തും നമുക്ക് വർക്ക് ചെയ്യുന്നുമുണ്ട്, അതെല്ലാം ഫെയർ ആണ്. ഇപ്പം ഞങ്ങൾക്കൊരു യൂണിയനായിട്ട് എന്തൊരു അവർ അൺലോഡ് ചെയ്യുന്ന രീതി ശരിയല്ലായിരുന്നതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഡിസ്കഷൻ വരുമ്പോഴൊക്കെ അവർ സംസാരിക്കുന്ന രീതിയൊക്കെ ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറേ മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ റെഗുലേറ്ററി അതോറിറ്റീസിൽ നിന്നും കുറേ സ്ട്രെസ്സ് കുറഞ്ഞു. നേരത്തെ ഭയങ്കര സ്ട്രെസ്സ് ചില ഡിപ്പാർട്ട്മെൻറ്റ്, ഡ്രഗിൽ നിന്നൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഡ്രഗ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ ഫെയർ ആണ്. ചില ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നൊക്കെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു, അൺനെസസറിലി. ശരിക്കുള്ള റീസൺസിനൊന്നും അല്ല, ഈ കുത്തും കോമയ്ക്കും പിടിക്കുന്നൊക്കെ പറയുന്നില്ല അനാവശ്യമായിട്ട്. അതിന് കോടതി പോകണം, അതിന് കോടതി പോയി ജയിക്കും. പക്ഷേ അതൊക്കെ ഇപ്പം somehow it has become rational in Kerala. So things have become better from that point of view. And I don't personally have too many industry like factories ഒന്നുമില്ല. നമ്മൾ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് വിച്ച് ഈസ് ഓൺലി ഫോർ അസ്. അങ്ങനെ ഫാക്ടറീസ് തുടങ്ങുന്നവർ ഇപ്പം പലവരും പറയുന്നത് ഇറ്റ്സ് ബിക്കം മച്ച് ഈസിയർ എന്ന് പറയുന്നവരും ഉണ്ട്, പറയാത്തവരും ഉണ്ട്. ഓക്കെ ഓക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളൂ, നാരായണമൂർത്തിയുടെ ഒരു വാദവുമായിട്ട് യോജിക്കുന്നു. ഇപ്പോൾ ഈ എക്സ്റ്റെൻഡഡ് വർക്ക് അവർ 70 വർക്ക് അവർ വീക്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആക്ച്വലി ഒരു ഐഡിയൽ വർക്ക് കൾച്ചർ ആണോ? Looking from the perspective I'm saying my employee should only work what is mandated by this thing. That is okay. I am not saying my employee should work 70-80 hours a day. A month, if they work, they have to get overtime, and that should be what they are willingly doing. But Allah, it should not be expectation that they should work. Our people work 40 to 48 hours a week. 8 hours into 5 to 6 days ആണ് നമ്മുടെ. നമുക്ക് 8 day weekends അല്ല, നമുക്ക് 4 days ആയിരിക്കും. പക്ഷേ they have to work. അതേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ if you want to succeed as an entrepreneur or as a division head or my manager, if he wants to really grow, that's a difference. that is the difference. But employees making them work 70 hours is not something that we would really look at. But we could give them opportunities to do overtime of 10-20 hours and earn more if they want to. Okay. But that is rare. ടെക്നോളജിയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കിപ്പോൾ ഒരു ബിസിനസ്സിനും സർവൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ താങ്കളുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് ഈ ടെക്നോളജി എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്? ഫ്യൂച്ചറിലേക്ക് അതെങ്ങനെയാണ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴത്തെ സ്ട്രാറ്റജീസ് ഇമ്പ്രൂവ് ചെയ്യണോ? ഇതിൻ്റെ ഒരു അത് ഞാൻ ഹീലിനെ പറ്റി പറയുന്നില്ല. ഹീലിനെ പറ്റി പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയാൻ പോകുന്നതൊക്കെ തന്നെ പറയാം. ആൾക്കാരെ ട്രാക്ക് ചെയ്യാൻ ആപ്പുണ്ട്, അതൊക്കെ ഒരു നല്ല രീതിയാണ്. GPS ഉണ്ട്, വണ്ടികൾക്ക് ആൾക്കാരെ പോകുന്നുണ്ടോ, സെയിൽസ്മാൻ ഫീൽഡിൽ പോകുന്നുണ്ടോ നോക്കാൻ GPS അത് ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ ആർ ഡൂയിങ്. അതിൽ ഇനിയും നമ്മൾ കുറച്ച് ഇത് വരുത്തണം. അതൊക്കെ സ്റ്റാൻഡേർഡ് ആൻസർ എല്ലായിടത്തും കിട്ടും. പക്ഷേ ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ മെഡിസിൻ ബിസിനസ്സിൽ കുറേ യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കടക്കാരൻ ഒരു ഷോപ്പ്, നമ്മൾ പ്രൈമറി സപ്ലൈ ഹോസ്പിറ്റൽ ഷോപ്സ് അങ്ങനെയാണ് നമ്മുടെ സപ്ലൈ. ഒരു thousands of supplies every day ഉണ്ട്. 4-5,000 ഡെയിലി സപ്ലൈ ഉണ്ട്. ഒരു ലൊക്കേഷനിൽ 3,500 ഉള്ള ഒരു മെയിൻ ലൊക്കേഷൻ ഉണ്ട്. അത് ഞങ്ങൾ 10,000 ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കടക്കാരൻ 15 ഐറ്റം ഓർഡർ ചെയ്താൽ ആപ്പ് വഴി ഓർഡർ ചെയ്യാം, വിളിച്ച് ഓർഡർ ചെയ്യാം, ഇമെയിൽ ചെയ്യാം, സെയിൽസ്മാൻ പോയിട്ട് ടാബിലെടുക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു പേപ്പർ പ്രിൻ്റ് ഔട്ടും ഇല്ലാതെ ആ മരുന്ന് 25,000 മരുന്നിൻ്റെ ഇടയിൽ നിന്ന് ആ 8 ഐറ്റം എടുത്ത് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വിത്തിൻ 10 minutes ഇറങ്ങും. അതിപ്പോൾ 3,200 ബില്ലുണ്ടെങ്കിലും 10 മിനിറ്റ് തൊട്ട് 25 മിനിറ്റ് ആയിരുന്നു. അത് നമ്മൾ 25 മിനിറ്റ് നല്ലതാണല്ലോ, ഓൾ ഇന്ത്യയിൽ ഹയസ്റ്റിൽ ഒന്നാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ സ്വിഗ്ഗിയും സെപ്റ്റോ അവർ 2 മിനിറ്റിലാണ് സാധനം പാക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെളിയിൽ ഇറക്കിക്കൂടാ. അപ്പോൾ അതിന് മുഴുവൻ ഒരു ടാബ് ബേസ് സിസ്റ്റമാണ്. റോളറുണ്ട്, ആ ട്രേക്ക് അത് ആ നമ്പർ വെച്ചിട്ട് ആ ഇൻവോയ്സ് ആ ട്രെയിലാണ്. ഈ ടാബിൻ്റെ അകത്ത് മറ്റേ ഇത് സാംസങ്ങിൻ്റെ ടാബ് പോലത്തെ ടാബിൻ്റെ അകത്ത് ആ ഐറ്റം ആ ട്രെയിൽ ഇട്ടിട്ട് നിൽക്കുമ്പോൾ അടുത്ത ടാബിലേക്ക് ആ ഐറ്റം ഏതാ എടുക്കണമെന്ന് ആ ട്രേ അങ്ങോട്ട് പോയി. അങ്ങനെ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ടാക്കി. ആ കൺവെയർ ബെൽറ്റ് കഴിഞ്ഞിട്ട് അത് വന്നിട്ട് ചെക്കിങ്ങിൽ ഒരു റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ കുറേ കസ്റ്റമൈസേഷൻ കൂടി ചെയ്തിട്ട് ചെയ്തേക്കുന്നത്. പ്രൈമറി സോഫ്റ്റ്വെയർ റെഡിമെയ്ഡാണ്. പക്ഷേ ഞങ്ങൾ അതിനകത്ത് കുറേ ഇന്നോവേഷൻസ് ചെയ്തിട്ട് ഞങ്ങളുടെ ഉദ്ദേശം ഒരു കടക്കാരൻ മരുന്ന് ഓർഡർ ചെയ്താൽ ഞങ്ങളൊരു 20 തൊട്ട് 30 മിനിറ്റിനുള്ളിൽ ഡെലിവറി കൊടുക്കുക. അത് എറണാകുളം സിറ്റിയെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് ഉപരി ഞങ്ങൾ എറണാകുളം ജില്ല മുഴുവനും ഒരു ദിവസം 6 പ്രാവശ്യം സപ്ലൈ ആക്കി.
അത് ഈ ടെക്നോളജി വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്പീഡിൽ കൊടുക്കാൻ പറ്റും. 6 പ്രാവശ്യം വണ്ടി ഓടിയാലും വണ്ടിക്കകത്ത് സാധനം കയറാതെ അർത്ഥമില്ലല്ലോ. അപ്പോൾ നമ്മൾ 10 മണിക്ക് ഓർഡർ എടുത്തിട്ട് 4 മണിക്കുള്ള വണ്ടിയിൽ 6 പ്രാവശ്യം പോകുന്നതിന് 6 മണിക്കുള്ള 4 മണിക്ക് വണ്ടി പോയിട്ട് കാര്യമില്ലല്ലോ. 10:20 വണ്ടിയിൽ തന്നെ കയറണമല്ലോ. അപ്പോൾ ആ 10:20 വണ്ടി കയറിയാലാണ് കടക്കാരൻ്റെ ബെനിഫിറ്റ് മാക്സിമം കിട്ടും. അതിപ്പോൾ ഒരു ലെവൽ വരെ ആയി. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെ എവിടെ ഇന്ന് രാത്രി ഓർഡർ ചെയ്താൽ നാളെ രാവിലെ ഞങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഡെലിവറി ചെയ്യും. നിങ്ങളുടെ കാസർഗോഡിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഡിസ്ട്രിബ്യൂട്ടർ തരുന്നതിനേക്കാളും വേഗം ഞങ്ങൾ നിങ്ങൾ രാത്രി ഓർഡർ ചെയ്താൽ നിങ്ങളുടെ കടയിൽ സാധനം എത്തിക്കും. ആ ഇതിലേക്കാണ് നമ്മൾ പോയേക്കുന്നത്. നമ്മൾ ആ ടെക്നോളജി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം 3500 ബില്ല് ഒരു ദിവസം എടുക്കാന്ന് വെച്ചാൽ ഒരു ദിവസം 25,000 ഐറ്റം പിക്ക് ചെയ്യുന്നുണ്ട്. അത് 1,00,000 ഐറ്റം ആവാനുള്ള സിസ്റ്റം നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ വെറുതെ 100 വരെ ഉള്ള 250 പേരുണ്ടാവും ഓഫീസിൽ, 220 പേരുണ്ട് ഡ്രൈവർ ഉൾപ്പെടെ. അവിടെ 100 പേരാണ് കൂട്ടിയാലൊന്നും ഡബിൾ സ്പീഡ് ആവില്ല, കൺഫ്യൂഷൻ കൂടത്തേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഈ ടെക്നോളജി യൂസ് ചെയ്തേക്കുന്നത്. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്പർ ഓഫ് ടാബ്സ്, റോളേഴ്സ്, ട്രേസ്, സോഫ്റ്റ്വെയർ, സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടുന്നതിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് ഇപ്പം പതുക്കെ വന്നു തുടങ്ങി. ഓക്കെ. അപ്പോൾ രാഹുലിൻ്റെ വൈഫ് നീനയും ബിസിനസ്സിലേക്കാണല്ലോ. അപ്പോൾ നീനയുടെ ബിസിനസ്സിനെ കുറിച്ച് രണ്ടൊക്കെ പറയാം. നീന എന്താ ചെയ്യുന്നത് വെച്ചാൽ നീനയ്ക്ക് ചുരുണ്ട മുടിയുണ്ട്, കേളി ഹെയർ ആണ്. അപ്പം നീന കുറേ വർഷങ്ങളായിട്ട് ഈ പ്രൊഡക്ട്സ് ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്ന്, ഇന്ത്യയിലൊന്നും 10-15 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് പോലും കേളി ഹെയറിൻ്റെ പ്രൊഡക്ട്സ് 5-8 വർഷം മുമ്പ് വരെ ഇല്ല. അപ്പോൾ UK ഓസ്ട്രേലിയയിൽ നിന്ന് US നിന്ന് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരും, ട്രൈ ചെയ്യും, ഇഷ്ടപ്പെട്ടാൽ അത് തന്നെ മേടിക്കും. അല്ലെങ്കിൽ വേറെ സാധനം എന്ത് വന്നാലും ഈ കേളി ഹെയറിലെ ആൾക്കാർക്ക് എല്ലാ പുതിയ പ്രൊഡക്റ്റും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. എപ്പോഴും പുതിയ ട്രൈ ചെയ്യണം. അപ്പം ഞാനിത് കുറേ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു മടിയായിരുന്നു. ഞാൻ ഭയങ്കര ഇറിറ്റേറ്റിങ്. അപ്പം ഞാൻ നല്ലോണം പുഷ് ചെയ്ത് അത് ആൾ സ്റ്റാർട്ട് ചെയ്തു. ആൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞങ്ങൾ നല്ലോണം പുഷ് ചെയ്ത് ചൂടായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നമ്മൾ നല്ലോണം പുഷ് ചെയ്യേണ്ടി വന്നു ആദ്യം. ഒരു ഇനേഷ്യ ഉണ്ടാവുമല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം because you have 2 small kids and her priority was the kids, but I said you can figure out. അപ്പം അതിൽ ക്ലിയർലി എൻ്റെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മളുള്ള പല കമ്പനികളിലും പുള്ളിക്കാത്തി ഡയറക്റ്റ് ആണെങ്കിൽ ഇതിൽ പുള്ളിക്കാത്തി 1% കമ്പനി എന്നൊരു സാധനമുണ്ട്. 1% ക്യാൻ സ്റ്റാർട്ട് എ കമ്പനി. സോ OPC എന്നുള്ള പേരിലാണ് തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ അത് ഒരു ബന്ധവുമില്ല ഓൺ പേപ്പർ. എന്നിട്ട് ഇറ്റ് ഈസ് ഓൾ ഡൺ ബൈ ഹെർ. അപ്പോൾ പ്രൊഡക്റ്റ് ഫോർമുലേഷനും പുള്ളിക്കാരത്തി തന്നെ ഫിഗർ ഔട്ട് ചെയ്തു. ബിക്കോസ് ഷീ യൂസ് സോ മെനി പ്രൊഡക്ട്സ്, ഏത് ഇൻഗ്രീഡിയൻറ്റ് വേണമെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാൻ കുറേ നാളെടുത്ത് പ്രൊഡക്റ്റ് പക്ക സൂപ്പർ ആക്കിയിട്ട് ഒരു ബ്രാൻഡിങ് സ്പെൻഡ് ചെയ്ത പുള്ളിക്കാരത്തി തന്നെ ബ്രാൻഡിങ് ഉണ്ടാക്കി, പുള്ളിക്കാരത്തി തന്നെ പ്രെയർ ഉണ്ടാക്കി, പുള്ളിക്കാരത്തി തന്നെ പ്രൊഡക്റ്റ് ഫോർമുലേഷൻ കൊടുത്ത്. അപ്പം അധികം കോസ്റ്റ് ഒന്നും ആ പ്രൊഡക്റ്റ് 10-15 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലുള്ള കുറേ കമ്മ്യൂണിറ്റീസിൽ ഉള്ളതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് അത് പ്രൊഡക്റ്റ് ഫസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത കമ്പനിയാണ്. നോട്ട് ഈവൻ പ്രൈസിങ്, നോട്ട് ഈവൻ ഇൻ ടേംസ് ഓഫ് ബ്രാൻഡിങ് സ്പെൻസ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴി വെച്ച് മാത്രം കയറിയതാണ്. ഇപ്പം ഐ തിങ്ക് ബിക്കോസ് ഇറ്റ്സ് റീച്ചിങ് റീസണബിൾ സ്കെയിൽ ആൻഡ് ഷീ ഈസ് ഇൻ സം ലൂലു, ഷീ വോണ്ട്സ് ടു ഡു മച്ച്, ഷീ വോണ്ട്സ് ടു ഡു ആൻ അപ്ഗ്രേഡ് ഓൺ എവറിത്തിങ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഷീ ഈസ് അൺലൈക്ക് മോസ്റ്റ് സ്റ്റാർട്ടപ്സ് ഓർ ഈവൻ അൺലൈക്ക് ഹീൽ, ഷീ ഈസ് പ്രോഫിറ്റബിൾ. So whatever she's doing, she's making money. I think ഈ ജോലി പറഞ്ഞതുപോലെ വിമനും എന്നുപോലെ വിമൻ ബിസിനസ്സിലും I think women really want profit from day one, which makes it a little different than many men. ഒരു ഇൻവെസ്റ്റർ കൂടിയാണല്ലോ രാഹുൽ. അപ്പോൾ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഞാൻ എന്നുവെച്ചാൽ 2018-19 നമുക്ക് ആദ്യം ഈ ഹീലിന് വേണ്ടി ഫണ്ട് ആവശ്യമില്ലാത്ത സമയത്ത് കുറച്ചും കൂടെ ലാർജർ ടിക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. എന്നുവെച്ചാൽ നമുക്കത് നമ്മുടെ ഒരു പ്രൈമർലി ഇറ്റ് ഇസ് ഗിവിങ് ബാക്ക് ഇൻ ദ സെൻസ് നമ്മളെ കുറേ പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പലവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരു രീതിയാണ് അതിൽ. അതിൽ പ്യുവർ ROI മാത്രം നോക്കിയാൽ വർക്കാവില്ല. ഈ ഇടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം ഇൻവെസ്റ്റ്മെൻറ്റ്സും വലിയ ടിക്കറ്റും ചെയ്യുന്നില്ല. ഓരോ കമ്പനിയിൽ ഒരു ക്യാൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ 5-10 ലക്ഷം 3-4 കമ്പനിയിൽ കഴിഞ്ഞ 4 വർഷത്തിൽ ഇട്ടിട്ടുള്ളൂ. ഒരു കമ്പനിയിൽ ഇൻഡിവിജ്വലി ഞാൻ കുറച്ചിട്ടായിരുന്നു, ഒരു 25 lakhs. പക്ഷേ അല്ലെങ്കിൽ ഈ ചെറിയ എമൗണ്ട്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം കമ്പനിക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ, നമുക്ക് കമ്പനികൾക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. അത് ചെയ്യുന്നത് തെറ്റുമാണ്. അപ്പോൾ നമ്മൾ ഒരു ലിമിറ്റിക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആസ് പാർട്ട് ഓഫ് ദ പാനൽ വിച്ച് ലുക്സ് അറ്റ് ന്യൂ സ്റ്റാർട്ടേഴ്സ് വെൻ ഇറ്റ് കംസ് ടു കേരള എഞ്ചിൻ നെറ്റ്വർക്കിൽ അത് നമ്മൾ നോക്കുന്നത് ടീമാണ്. ടീമിനാണ് നമ്മൾ എനിക്ക് തോന്നുന്നു മെജോറിറ്റി പ്രിഫറൻസ് കൊടുക്കുന്നത്. ഐഡിയയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്, പക്ഷേ ഐഡിയ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഹീലൊരു സാനിറ്റൈസർ കമ്പനിയെ തുടങ്ങിയപ്പോൾ സ്കോഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് വിൽക്കുന്നത് സാധനം കാറ്റഗറിയിൽ തന്നെ ഇവോൾവ് ചെയ്തെങ്കിലും ആദ്യം ഓൺലൈനിലായിരുന്നു വിറ്റ് തുടങ്ങി. കുറേ May 2021 അവിടെ നിന്ന് മാറി ഇപ്പോൾ ഓഫ്ലൈനായി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഐ തിങ്ക് ടീം ആൻഡ് സം എമൗണ്ട് ഓഫ് ഐഡിയ വി ലുക്ക് അറ്റ്. നമ്മൾ കുറച്ച് ട്രാക്ഷനും നോക്കും. ഒരു സെയിലും ഇല്ലാത്തത് ഇതില്ല. എൻ്റെ പേഴ്സണൽ അത് നെറ്റ്വർക്കെല്ലാം നോക്കുന്നത്. നെറ്റ്വർക്കിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ മാത്രമല്ല, കുറേ ആൾക്കാർ തീരുമാനിക്കുന്നത്. ഞാൻ ഹാർഡ് വർക്ക് നോക്കും.
ഹാർഡ് വർക്ക് നമുക്ക് പഴയ കാര്യങ്ങൾ നോക്കിയാൽ പലതിലും നമുക്ക് ഹാർഡ് വർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര ബുദ്ധിയും പണിയെടുക്കാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അതിന് വാല്യൂ ഇല്ല. ബുദ്ധി കുറവാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മച്ച് ബെറ്റർ ദാൻ ഭയങ്കര സ്മാർട്ടാണ്, പണിയെടുക്കില്ല. അതിന് ചില്ലായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഫണ്ട് ചെയ്യാൻ പാടില്ല. അപ്പം ടീമിനെയാണ് പ്രധാനമായിട്ടും കൺസിഡർ ടീമിനാണ് പ്രധാനമായിട്ട് കൺസിഡർ അവിടെയാണ് മെയിൻ പോയിന്റ് എന്നാണ് എൻ്റെ ഇത്. Okay, so I think that's the end of serious questions. Now it's the time for match shootout. എത്ര പ്രശ്നമുണ്ട്? There are only 7 questions. Okay. അധികം ആലോചിക്കരുത്, ചടപടി ഓക്കെ തുടങ്ങാം. ഓക്കെ ഇതേപോലെ റീഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഹയർ ചെയ്ത എംപ്ലോയി ആരാണ്, അയാളുടെ പേരെന്താണ്, അയാളിപ്പോൾ കൂടെ ഉണ്ടോ? ബോണി എന്നാണ് പേര്. ബോണിയായിരുന്നു ആദ്യം ഹയർ ചെയ്തത്. 10-12 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കൂടെ ഇല്ല, പുള്ളി വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ഓക്കെ, വാട്ട്സ് യുവർ ഫേവറേറ്റ് പോയ്സൺ? പോയ്സണാ, I like to watch movies. I don't drink, I don't smoke. Alright. I love to sleep. I love to sleep. ഓക്കെ ഫൈൻ. രാഹുൽ വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കി കാണുന്ന ഒരു ബ്രാൻഡ് ഉണ്ടോ? പല ബ്രാൻഡുകളും നോക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം എനിക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുന്നത് വോക്കറൂ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഒന്നും ഇല്ലായ്മയെന്ന് വെച്ചാൽ VKC ബ്രാൻഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ സീറോയിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ആ ബ്രാൻഡിനെ ഒരു ഓൾറെഡി വലിയൊരു ഗ്രൂപ്പ്, വളരെ വലിയ ഗ്രൂപ്പാണ്, 2000 ക്രോസിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. കുറച്ച് വർഷം കൊണ്ട് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ബ്രാൻഡിന് അത്രയും രീതിയിൽ ഡിസ്ട്രിബ്യൂഷനും ബ്രാൻഡും റീച്ചും എത്തിക്കുക എന്ന് വെച്ചാൽ അതൊരിതാണ്. ദർ ആർ മെനി ജ്വല്ലറി ബ്രാൻഡ്സ് ഓൾസോ, ബട്ട് ഐ തിങ്ക് വോക്കറൂ സ്റ്റിൽ ഇസ് ഇൻ മൈ മൈൻഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാര്യയുടെ ബിസിനസ്സിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഭാര്യയ്ക്കും എത്രത്തോളം പങ്കാളിത്തമുണ്ടോ? യു ക്യാൻ സേ 10%. ദൈവത്തിന് പങ്കാളിത്തമുണ്ടോ? അപ്പം കേൾക്കും. ഞാൻ ദൈവത്തിൻ്റെ കാര്യം പൊളിറ്റിക്കലേ പറയുള്ളൂ. പക്ഷേ അത് ഭാര്യയുടെ കമ്പനിയിൽ എനിക്ക് ഒരു പങ്കാളിത്തം ഇല്ല. ഞങ്ങളുടെ കമ്പനി ഞാൻ തുടങ്ങിയതാണെങ്കിലും അതിൻ്റെ അകത്ത് എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും കുറേശ്ശെ ഷെയർ ഉണ്ടെങ്കിൽ മെജോറിറ്റി എൻ്റെ കയ്യിലാണ്. വൈഫിന് ഒരു 8% അടുത്ത് ഷെയർ ഉണ്ട് ഫോർ ദ എൻറ്റയർ ഗ്രൂപ്പ്, വിച്ച് ഒരു കമ്പനി ഓൺസ് ഓൾ ഓഫ് കമ്പനീസ്. അപ്പോൾ ആ 8 to 9% വൈഫിനുണ്ട്, എനിക്കൊരു 50 ഉണ്ട്, പിന്നെ ഫാമിലിയിലെ റെസ്റ്റും അങ്ങനെ കുറച്ച് ഇതായിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള. അപ്പം അതാണ് പങ്കാളിത്തം. ഭാഗ്യം, ദൈവം, എല്ലാത്തിനും ഒരു പങ്ക് എല്ലാത്തിലും ഉണ്ട്. അപ്പം അതുണ്ടാവുമല്ലോ. പക്ഷെ അത് മാത്രം പോരാ എന്നും കൂടെ, പക്ഷെ അതില്ലാതെയും പറ്റത്തില്ല. What's your stress buster? Sleep. Sleep. And good Chinese food. Traveling? Reading? Yeah, reading is something that I do every day. Even today I was reading. So reading is good. I do reading ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നില്ല ഞാൻ ബുക്ക് വായിക്കുന്നത്. എനിക്കൊരു വായിക്കണമെന്ന് ഇന്നിപ്പം വായിക്കണം തോന്നിയിട്ട് വായിക്കുന്നില്ല, ഇത് ചെയ്യണം, ജിമ്മിൽ പോകുന്നതിലാണ് ഞാൻ ബുക്ക് വായിക്കുന്നത്. മാനേജ്മെൻറ്റ് ബുക്സാണ് വായിക്കുന്നത്. അപ്പോൾ അതൊരു സ്ട്രെസ് ബസ്റ്ററിനേക്കാൾ ഉപരി ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നില്ല ഞാൻ ബുക്ക് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് സ്ട്രെസ് ബസ്റ്ററായിട്ട് ഇപ്പം പറയില്ല. പണ്ട് ഫിക്ഷൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ട്രെസ് ബസ്റ്ററായിരുന്നു. ഇപ്പം മാനേജ്മെൻറ്റ് ബുക്ക് വായിക്കുന്നത് വൈഫ് പറഞ്ഞ് ഞാനൊരു നേർഡായിട്ടാണെന്നാണ്, പക്ഷേ ഞാനത് പഠിക്കാൻ വേണ്ടി തന്നെ വായിക്കുന്നത്. ഓക്കെ, സോ ഐ യു മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഔട്ട്? മോർണിംഗ് പേഴ്സൺ. ഐ ഹാവ് ടു സ്ലീപ്പ് ബൈ 9:30-10. ഓക്കെ, പാട്ട് പാടൂ? ഇല്ല, പാട്ട് പാടില്ല, ലിറിക്സ് ഒരു സെന്റൻസ് പോലും പറയാൻ പറ്റില്ല. സോ രാഹുൽ മാമൻ രക്ഷപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു.